തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കരിങ്കൽ കോറിയിൽ പാറദേഹത്ത് വീണ് അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. ഹിറ്റാച്ച് ഉപയോഗിച്ച് കല്ല് നീക്കുന്നതിനിടെ കരിങ്കൽ ദേഹത്ത് വീണാണ് തൊഴിലാളി മരിച്ചത്. ലൈസൻസിനെ ബാധിക്കാതിരിക്കാൻ ക്വാറി നടത്തിപ്പുകാർ വ്യാജ മൊഴി നൽകിയെന്നും പോലീസ് പറയുന്നു. എം ജി പ്രതീഷ്, എന്താണ് ഇതിന്റെ വിവരങ്ങൾ? നേരത്തെ എങ്ങനെ മരിച്ചു എന്നായിരുന്നു ക്വാറി അധികൃതർ പറഞ്ഞത്? സുഹൈലി, അപകടവുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാൾ സ്വദേശിയായ സാഹിദ് ഹക്കാണ് മരിച്ചത്. ഒരു അപകട മരണമായിരുന്നു എന്നതാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഈ പാറയിൽ ലോറിയിൽ പാറ കയറ്റി കൊണ്ടുപോകുന്നതിനിടെ ലോറിയിൽ നിന്ന് പാറ ദേഹത്തേക്ക് പതിച്ചാണ് ഈ അതിഥി തൊഴിലാളി എന്നതായിരുന്നു പോലീസിന് നേരത്തെ ഈ ക്വാറി അധികൃതർ നൽകിയ മൊഴി. പക്ഷേ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. ഈ ക്വാറിയിൽ നിന്ന് പൊട്ടിച്ച കരിങ്കല്ല് ഹിറ്റാച്ചി ഉപയോഗിച്ച് ഈ നീക്കുന്നതിനിടെയാണ് പാറക്കഷ്ണം തെറിച്ച് തൊഴിലാളിയുടെ ദേഹത്ത് വീണത്. അങ്ങനെയാണ് ഈ തൊഴിലാളിക്ക് മരണം സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ക്വാറിയുടെ ലൈസൻസിനെ ഇത് ബാധിക്കാതിരിക്കാനും ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് വേണ്ടി ഇക്കാര്യം ഈ നടത്തിപ്പുകാർ മറച്ചുവെച്ചു എന്നതാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വ്യാജ മൊഴിയടക്കമാണ് ഈ ക്വാറി അധികൃതർ പോലീസിന് നൽകിയത്. ഒപ്പം സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഈ തെറ്റായ വിവരം പങ്കുവെച്ചുകൊണ്ടുള്ള പ്രചരണം ഇവർ നടത്തിയെന്നും പോലീസ് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കാതെ തൊഴിൽ ചെയ്യിപ്പിച്ചതിനും ഒപ്പം ഈ അപകടം നടത്തിയതിനും ലൈസൻസിക്കും ഒപ്പം ഹിറ്റാച്ചി ഡ്രൈവർക്കുമെതിരെ ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പോലീസ് നടത്തിയ വെഞ്ഞാറമൂട് SHOയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ മരണകാരണം സംബന്ധിച്ചുള്ള ഒരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, എം ജി പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എല്ലാത്തിനും മാർഗനിർദ്ദേശങ്ങളുള്ള നാടാണ്, പക്ഷെ എല്ലാം പേപ്പറിൽ മാത്രം, പ്രായോഗിക തലത്തിൽ ഒന്നും നടപ്പിലാകുന്നില്ല എന്നതാണ് സത്യം.